ഇത് മഞ്ഞപ്രാവ് മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൊണ്ടുപോകും. ഇതുമായിട്ട് നമ്മൾ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്സ് കിടക്കുന്നത് കുഴപ്പമില്ലാത്ത ബ്രേക്ക്, എന്നാലും അത് കമ്പനി ബ്രേക്സ് അല്ലാട്ടോ കിടക്കുന്നത്. ഒരു ASK പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ബ്രേക്സാണ് കിടക്കുന്നത്. തൽക്കാലം മാക്സിമം ഉപയോഗിക്കുക. കിടക്കുന്നത് പുതിയ ബ്രേക്സ് തന്നെയാണ്. തൽക്കാലം മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റി വരും. ഈ ബ്രേക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്തുമ്പോൾ സൗണ്ട് കൂടുതലും ഹബിന് തേയ്മാനം ഒക്കെ കൂടുതലായിട്ട് കാണിക്കട്ടോ. ഇനി ഈ ബ്രേക്സ് മാറ്റിയിടുമ്പോൾ നമുക്ക് കമ്പനി ബ്രേക്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഈ വീലിൻ്റെ ഈ 4 റബ്ബർ പൊട്ടിക്കിടക്കാണ്, വീൽ റബ്ബർ പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിനൊക്കെ അത്യാവശ്യം ടൈറ്റ് ചെയ്യാനുണ്ട്. ചെയിൻ്റെ ഭാഗം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ എയർ ഫിൽറ്റർ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. നമുക്കത് എയർ അടിച്ച് ക്ലീൻ ചെയ്താൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായില്ല. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ നയിച്ചിട്ട് അതിൻ്റെ ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. പിന്നെ വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്സിഡൻറ്റ് കേബിൾ നല്ല ടൈറ്റാണ് കേട്ടോ. വണ്ടി ഒരു വൺ സൈഡൊക്കെ തിരിക്കുമ്പോൾ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ആക്സിഡൻറ്റ് കേബിളൊന്ന് മാറ്റണം. പിന്നെ അതുപോലെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡ് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ടും. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.68 വോൾട്ട് കാണിക്കുന്നത്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബാറ്ററി കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാട്ടോ. ആണോ, റെഡ് ലൈറ്റാണ് കത്തിയിരിക്കുന്നത്. ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെൽഫിൻ്റെ കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ബാറ്ററി മാറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ പരമാവധി ഉപയോഗിക്കാം. പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഈ ഹാൻഡിലിൻ്റെ ബാരിങ് ചെറിയ ലൂസ് ഉണ്ടാവും, ഒന്ന് ടൈറ്റ് ആക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. ഇത് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടത് വീൽ ഡാമ്പറും ആക്സിലേറ്റർ കേബിളാണ്, പിന്നെ എഞ്ചിൻ ഓയിലും. അത് മാറ്റി വരുന്നതിനുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.